എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും VPK ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള സെക്രട്ടറി ടെസ്റ്റിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യണേ, മറക്കല്ലേ. നമ്മുടെ കോഴ്സുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയോ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആയോ എന്നും കൂടി കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 70 kilograms ഡാഷ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എസ് ആണ്. കാരണം ഡിസ്റ്റൻസ്, ടൈം, മെഷർമെന്റ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഇതൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യുക. നമ്മുടെ ആൻസർ ഇട്ട് ഇസ് ഓപ്ഷൻ ബി. ഇനി അടുത്തത് ഷീ ഈസ് എൽഡർ ഡാഷ് ഹെർ യങ്ങർ സിസ്റ്റർ ബൈ 4 years. എൽഡറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? ടു എന്നുള്ള പ്രപ്പോസിഷൻ ആണ് അല്ലെ. ഷീ ഈസ് എൽഡർ ടു ഹെർ യങ്ങർ സിസ്റ്റർ ബൈ 4 years ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ ഡാഷ്. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ്. അപ്പോ ഐ ആം ഗുഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ആമിൻ ടൈ നമ്മൾ പറയില്ല, പകരം ആറിൻ ടൈ ആണ് പറയാ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. ഓക്കെ, ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ ഈ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് നമുക്ക് മാറ്റാം അല്ലെ. വിൽ റിട്ടേൺ എന്തായിട്ട് മാറും? വുഡ് റിട്ടേൺ ആയിട്ട് മാറും. ടുമാറോ എന്തായിട്ട് മാറും? നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. ദിസ് ബുക്ക് എന്നുള്ളത് ദാറ്റ് ബുക്ക് ആയിട്ട് മാറും. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ. എല്ലാവരും ശരിയാക്കി തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഫിനിക്സിന്റെ സ്പെല്ലിംഗ് എന്താ? ഓപ്ഷൻ എ ആണ് അല്ലെ. നമ്മുടെ ഫിനിക്സ് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ PHOENIX. 76th, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദി എക്സാമിനേഷൻ. ആൻസർ എന്താ വരിക? നമ്മൾ ഒരുപാട് തവണ നമ്മുടെ കോഴ്സിൽ ലൈവ് കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 10 ഡേയ്സിന്റെ. അപ്പൊ അതിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഹാഡ് പ്ലസ് V3 വന്നു കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഹാവ് പ്ലസ് V3 വുഡ് അല്ലെ. ഇതെല്ലാം നമ്മൾ ആ കോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ആ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നും കൂടെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കോഴ്സാണ്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. കിഡ്സ് ആർ ഫോണ്ട് ഡാഷ് ഗെയിംസ്. കിഡ്സ് ആർ ഫോണ്ട് ഓഫ് ഗെയിംസ് ആണ്. ഫോണ്ട് ഓഫ് ആണ് പറയാ. ദ ഇഡിയം റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലെ. വളരെ ഹാപ്പി ഡേ, വെരി ഇമ്പോർട്ടന്റ് ഡേ ആണ്. ഐ കെയിം അക്രോസ് ഡാഷ് ഓഫ് ഗേൾസ് ഇൻ ദി പാർക്ക്. നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്നുള്ള രീതിയിൽ ബെവേ എന്നാണ് പറയാ. ഒരു ഗേൾസ് ബഹളം വെക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാഗുകളാണ് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ദ വേർഡ് സ്കേപ്പ് ഗോട്ട് മീൻസ് വാട്ട്? സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാല് വാട്ട് ഡസ് ഇറ്റ് മീൻ? എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ എൽസ് റോങ്സ് ആണ്. ഓക്കെ, നമ്മൾ പറയില്ലേ ബലിയാട് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് സ്കേപ്പ് ഗോട്ട്. ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാ വാഗന്റ് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, ത്രിഫ്റ്റി ആണ് അല്ലെ. എക്സ്ട്രാ വാങ്ങി, ലാവിഷായി എന്നുള്ള രീതിയിൽ മീനിങ് വരുന്നത് ലാവിഷ് ആണ്. ആന്റണിം ആയതുകൊണ്ട് തന്നെ ത്രിഫ്റ്റി ആണ്. ഇനി സൈൻ ക്യൂ ആൻ ഓൺ എന്ന് പറഞ്ഞാൽ ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ആണ് സൈൻ ക്യൂ ആൻ ഓൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചൂസ് എ കറക്റ്റ് സെന്റൻസ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours ആണ്. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫെക്റ്റ് ടെൻസ് ആണ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ സിൻസും ഫോറും ഉണ്ട്, പക്ഷെ ഡ്യൂറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതാ പറയാ? ഇവിടെ യൂസ് ചെയ്യേണ്ടത് 4 ആണ് യൂസ് ചെയ്യുക. ഇനി അടുത്തത്, വെൻ ഡിഡ് യു ബൈ ദി ബോട്ട്. ഇതിന്റെ പാസീവ് ഫോം എന്താ? വെൻ വാസ് ദി ബോട്ട് ബോട്ട് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിലാക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് തന്നെയായിരിക്കണം. ആദ്യം ഓക്സിലറി വെർബ്, അതിന് ശേഷം വേണം സബ്ജക്റ്റ് വരാനായിട്ട്. ഡേറ്റയുടെ സിംഗുലർ ഫോം എന്താ? ഡാറ്റം ആണ് അല്ലെ. ഡാറ്റം ആണ്. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ് മീൻസ്, അതിന്റെ അർത്ഥം അതിനകത്ത് വെള്ളം ഇല്ല എന്നുള്ളതാണ്. ദർ ഇസ് നോ വാട്ടർ ഇൻ ദി ഗ്ലാസ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞുള്ള ഫ്രേസിൽ വെർബിന്റെ മീനിങ് എന്താ? ടു പോസ്റ്റ്പോൺ ആണ് അല്ലെ. മാറ്റി വെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക. ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻസ്. പുതിയ സിറ്റുവേഷൻസിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും അല്ലെ. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആണ്. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റ് ചെയ്യുക, കുട്ടീനെ ദത്തെടുക്കുക അല്ലെ. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. കിരൺസ് പെൻ വാസ് ദാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കമ്പാരിറ്റീവ് ഫോം ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ ഹി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഒരു സെന്റൻസിൽ 2 ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നടക്കുന്ന കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും, രണ്ടാമത് നടക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും യൂസ് ചെയ്യും. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇനി വരുന്ന അപ്കമിംഗ് എക്സാമുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സെഷൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.